ഹലോ, നമുക്ക് ഇന്ന് ഒരു ഹെവി പാർട്ടി വെയർ സ്റ്റൈലിൽ വരുന്ന ഒരു കളക്ഷൻ കണ്ടല്ലോ. എന്നാലും നമ്മുടെ എല്ലാ ഹെവി പാർട്ടി വെയർ കളക്ഷൻസ് നമ്മൾ വളരെ മിനിമൽ ആയിട്ടുള്ള റേഞ്ചിൽ തന്നെയാണ് നിങ്ങൾക്ക് തരാറുള്ളത്. 2000 ബിലോ റേഞ്ചിൽ മാക്സിമം ആക്കാറുണ്ട്. അപ്പോൾ അത്രയും നല്ല ഹെവി വർക്കിൽ വരുന്ന ഒരു ഐറ്റമാണ്. ഇതിൽ ഭയങ്കര ഡാർക്ക് കളേഴ്സ് അല്ല, നല്ല മീഡിയം ലെവലുള്ള എല്ലാവർക്കും ചേരുന്ന, കുറച്ചും കൂടെ ഡാർക്ക് സ്കിന്നിന് നന്നായിട്ട് ചേരും. ഭയങ്കര വെളുത്ത് നിൽക്കുന്നവരെ സംബന്ധിച്ച് ഏത് കളറാണ് ഭയങ്കര ബ്രൈറ്റ് കളേഴ്സ് ആയിരിക്കും കുറച്ചും കൂടെ അവർ ഒരു ഫംഗ്ഷൻ വെയർ ലുക്കിലോട്ട് വരുന്നത്. ഇത് ലൈറ്റായിട്ട് നിൽക്കുന്ന ഷെയ്ഡ്സ് ആണ്, എല്ലാവർക്കും മാച്ച് ആണ്. നല്ല കളർ ഷെയ്ഡ്സ് ആണ്. ഇതുണ്ട് ഒരു പേസ്റ്റൽ ഗ്രീൻ നോക്കി. അതിൻ്റെ മെയിൻ വർക്ക് എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, ഹെവി കട്ട് വർക്ക്, അതിൽ ക്രിസ്റ്റൽ വർക്ക്സ് ഉണ്ട്. ബാക്കി പോർഷൻസ് ഫുള്ളും എംബ്രോയിഡറി വിത്ത് ക്രിസ്റ്റൽ വർക്ക്സ് ആണ്. ഇത് സിൽക്ക് ക്രഷ് ആണ് ഫാബ്രിക് ഉണ്ട്. ഭയങ്കര പ്രീമിയം ഫാബ്രിക്സുകളാണ് ഇതൊക്കെ വന്നിരിക്കുന്നത്. ഇങ്ങനത്തെ വർക്ക്സ് ചെയ്യുന്നത് നോർമൽ ടൈപ്പ് ഫാബ്രിക്സിൽ പറ്റത്തില്ല. പ്രീമിയം ഫാബ്രിക്സുകളാണ്. സിൽക്ക് ഫാബ്രിക്കിൽ ലൈറ്റ് ക്രഷ്ഡ് ഫോം വരുന്നുണ്ട്. ഫസ്റ്റ് ആ ഒരു ഗ്രീൻ, ഇത് വന്നിട്ടൊരു ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ലെവൻഡർ പോലത്തെ ഒരു കളർ ഷെയ്ഡ്. ഇതിൻ്റെ വർക്ക് നോക്കിയാൽ നല്ല ഹെവി വർക്കാണ്. ഇതിൻ്റെ ദാമനാണ് വളരെ ഹെവി ആക്കിയേക്കുന്നത്. അടുത്തതാണെങ്കിൽ ഇതുണ്ട് ഒരു പീച്ച് പിങ്ക്, പിങ്കിൻ്റെ ഒരു ബേസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കളർ ഷെയ്ഡാണ് ഇത് വരുന്നത്. എല്ലാം പൊളി കളേഴ്സ് ആണ് ആൻഡ് അടിപൊളി ഐറ്റമാണ്. നിങ്ങൾ വലിയ പ്രീമിയം കട്ട് ഷോപ്പിലൊക്കെ പോയി വാങ്ങിച്ചാൽ നല്ല റേഞ്ച് ആവും. അത് ആ പ്രീമിയം ഷോപ്പിൻ്റെ കോസ്റ്റും എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു നോർമൽ 2000 റേഞ്ചിൽ ഇത് ഒരിക്കലും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ ഒരു ഷോപ്പിൽ നമ്മൾ മാക്സിമം എല്ലാം തന്നെ എന്നാ ഹെവി വർക്ക് ആണെങ്കിലും ആ ഒരു റേഞ്ചിൽ ആണ് നമ്മളത് സെയിൽ ചെയ്യുന്നത്. നല്ല ഹെവി വർക്കാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഇതുണ്ടോ വർക്ക് നോക്കി, അതായത് ഫുൾ ലെങ്തിലും ഫുൾ വിഡ്ത്തിലുമാണ് എൻ്റെ വർക്ക് പോയിരിക്കുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള സെൽഫ് കളർ വർക്ക് തന്നെയാണ്. അതായത് ഇത്ര ഹെവി വർക്ക് വരുമ്പം വേറെ കളേഴ്സ് കൊടുത്താൽ ഭയങ്കര ഹെവി വർക്കായി പോകും, ഭയങ്കര ഓവറായി പോകും. അപ്പം കുറച്ചും കൂടെ ഇത്രയും ഹെവി വർക്ക് വരുമ്പോൾ ലൈറ്റ് ആക്കാനാണ് നമ്മൾ സെൽഫ് കളറിൽ തന്നെ വർക്ക് ചെയ്തിരിക്കുന്നത് വിത്ത് ക്രിസ്റ്റൽ വർക്ക്. അതിൻ്റെ താഴെഭാഗമാണ് എൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പ്രീമിയം ആയിട്ടുള്ള ഒരു സിൽക്ക് ക്രഷ് ഫാബ്രിക്കിലാണ് ഇത് വരുന്നത്. ലുക്ക് വരുന്നത് ഇതിൽ ബോട്ടോ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. സോ ഇതാണ് സെക്കൻഡ് കളർ, ഐസ് ബ്ലൂ കളർ ഷെയ്ഡ്. ബ്യൂട്ടിഫുൾ ഷെയ്ഡ്, വർക്ക് സെയിം വിത്ത് ബോട്ടം ആൻഡ് ഇന്നർ പ്യുവർ ഫാബ്രിക്. ഇതൊരു ടൈപ്പ് ഓഫ് പിങ്കിൻ്റെ ഒരു ഷെയ്ഡായിട്ട് വരും. ഹെവി വർക്ക്. 1980 ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത്. ലുക്ക് അതുപോലെയാണ്. ഈ ഒരു ഗ്രീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിസ്താട് തന്നെ കുറച്ചും കൂടെ പീസ്റ്റലായിട്ട് നിൽക്കും. എല്ലാ കളേഴ്സും ഒന്നിനൊന്നിനും അടിപൊളിയാണ്. ആൻഡ് വർക്ക് ആണെങ്കിലും നോക്കിയാൽ ഫുൾ ആ ഒരു ഫുൾ ലെങ്തിലും വിഡ്ത്തിലും വർക്കാണ്. വെർട്ടിക്കൽ പാറ്റേൺ സെൽഫ് കളർ വർക്ക് വിത്ത് ക്രിസ്റ്റൽ സ്റ്റോൺ. അതിൻ്റെ ഇടയ്ക്കും കണ്ട ഗ്യാപ്പിൻ്റെ അകത്തും ഫ്ലവർ ലീഫ് ബഡ്സ് അങ്ങനെ വന്നിട്ടുള്ള വർക്ക് ഉണ്ട്. പിന്നെ മെയിൻ ഹൈലൈറ്റ് ഉണ്ട് ദാമനാണ്. നല്ല ഹെവി ദാമൻ, അതിൽ കട്ട് വർക്കും ക്രിസ്റ്റൽസും യൂസ് ചെയ്തേക്കുന്നു. സെയിം ഫാബ്രിക്കിൽ തന്നെ ദുപ്പട്ട, പ്രീമിയം ദുപ്പട്ട, ഹെവി വർക്ക്ഡ് പാറ്റേൺ ആണ് ദുപ്പട്ടയിൽ ചെയ്തേക്കുന്നില്ലേ. 2 ലെയേഴ്സ് ആയിട്ട് ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട്. സെൽഫ് കളർ സ്കാലപ്ഡ് ആണ്. പ്രീമിയം ഫാബ്രിക് ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. സിൽക്ക് ഫാബ്രിക്കിൽ തന്നെ ലൈറ്റ് ക്രഷ്ഡ് ഫോമിലാണ് വരുന്നത്. ഭയങ്കര ഹെവി അല്ല, ലൈറ്റ് ക്രഷ്ഡ് ഫോമാണ്. ബോട്ടോ ലൈനിങ്ങും പ്യുവർ ഫാബ്രിക് ആണ്. ഇത്രയും കളേഴ്സേ ഉള്ളൂ. താങ്ക് യു.